ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസ് ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജാതിക്കയുടെ അച്ചാറുമായിട്ടാണ്. ജാതിയുടെ മരമാണിത്, നിറച്ച് കായ്കളുമായിട്ട് നിൽക്കുന്നു. ഇതിനകത്തിൽ നമുക്ക് ജാതിക്ക പറിച്ചെടുക്കാം. ജാതിക്ക എല്ലാം പറിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നിറച്ച് കായ്കളുമായിട്ടാണ് ജാതി നിൽക്കുന്നത്. കുട്ടികളെല്ലാം ഇത് നിലത്ത് വീണത് പെറുക്കിയെടുക്കുന്നുണ്ട്. ചിലത് പൊട്ടിയതും ഉണ്ടായിരുന്നു. ജാതിക്കയുടെ അകത്തെ കുരു ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ജാതിക്ക എല്ലാം നമുക്ക് ഏറ്റവും ചെറിയ അളവിൽ സ്ക്വയർ രൂപത്തിലൊന്ന് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന് നമുക്കിനിയും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്ക് മാത്രമേ ചെയ്യാവൂ. അരയരുത്, ഒന്ന് സ്റ്റാർട്ടാക്കുക, നിർത്തുക, അത്ര മാത്രമേ ചെയ്യാവൂ. പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പൊടിഞ്ഞ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അരയരുത്, ഒത്തിരി നമ്മൾ കറക്കിയാൽ ഇതങ്ങ് അരഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തേതും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യത്തെയും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3/4 കിലോയോളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ ഒന്ന് ഒരു പാൻ വെച്ചിട്ട് ഇതിനെ കടുക് വറുക്കാം. ഇവിടെ ഞാൻ നല്ലെണ്ണയിലാണ് കടുക് വറുക്കുന്നത്. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ, വെളുത്ത എള്ളിൻ്റെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ മസാല എടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ റോസ്റ്റ് ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഗ്യാസ് സ്ലോയിലായിരിക്കണം. ഇതിലേക്ക് ഞാനിനി 1/2 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ജാതിക്കയുടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നല്ല കളറിലും നല്ല മണത്തിലുമൊക്കെ നമുക്കിവിടെ ജാതിക്ക അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ഇതിനകത്ത് നിന്ന് ശകലം കൂടെയൊക്കെ ഒന്ന് വെള്ളമയമൊക്കെ ഇറങ്ങും. ഞാനിവിടെ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല. നല്ലെണ്ണ ആവുമ്പോൾ നമ്മൾക്ക് കുറേ സമയം ഇതിനെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ തണുപ്പ് കാലമൊക്കെയാണ്, അപ്പോൾ നമുക്ക് വെളിയിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. ചൂടുകാലത്ത് നമ്മളിതിനെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കളറിലും നല്ല ടേസ്റ്റിലും ഇവിടെ ജാതിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഭരണിയിൽ നിറച്ച് കൊടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.